വൈകിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് സ്കൂളിലെ വർക്ക് തുടങ്ങാനായിട്ട് നിന്നപ്പോഴത്തേക്കും പിള്ളേർ മതിലിൻ്റെ മുകളിൽ കയറുന്ന മിസ്സേന്ന് ഭയങ്കര വിളി. നോക്കുമ്പോഴത്തേക്കും ഒരു 4 മീനിനെ ഇങ്ങനെ കോർത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഭയങ്കര വലിയ മീൻ. അതിങ്ങനെ മണലിൽ പൊതിഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം കൊണ്ടേ ഇത് എനിക്ക് വേണ്ട, എൻ്റെ ഫ്രിഡ്ജിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു ഒരെണ്ണം ഞാൻ എടുക്കാം, നല്ല ടേസ്റ്റുള്ള മീനാന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പേര് അറിയില്ല എന്ന്, മണലിൽ പൊതിഞ്ഞതുകൊണ്ട് എനിക്കിത് എന്ത് മീനാന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ കഴുകിയൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി അയില പോലെ കേട്ടോ. പക്ഷേ ഇത്രയും വലിയ അയില ഞാൻ നാട്ടിലാണെങ്കിലും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് സംശയം ഇത് അയില തന്നെയാണ്. വേഗം ഫോട്ടോ എടുത്ത് ഞാൻ ChatGPT ചോദിച്ചപ്പോഴത്തേക്കും ഇന്ത്യൻ മാക്രലാണെന്ന് കണ്ടട്ടോ. പിന്നെ ഞാൻ വേഗം അതിനെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അയിലത്തര അളിയനും കൊടുക്കാം അങ്ങനെ ചൊല്ലുണ്ടല്ലോ. പക്ഷെ ഇതിനൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ഈ അയിലയുടെ ഗിൽസിൻ്റെ ആ ഒരു കളറല്ല കേട്ടോ ഈ ഗിൽസിന് ഞാൻ കണ്ടത്. അതിൻ്റെ ഗിൽസിലൊരു വൈറ്റിഷ് ഒരു അങ്ങനത്തെ ഒരു കളറും ഉണ്ട്. പിന്നെ ഡാർക്ക് ബ്രൗൺ കളർ. മേ ബി ഇത് മൈഗ്രേറ്റ് ചെയ്ത് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ സ്പെയിനോ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് വന്നതുകൊണ്ടായിരിക്കാം ഇത്. പക്ഷെ എന്നാലും നല്ല വലിപ്പവും നല്ല മണം നല്ല ഫ്ലഷും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ വെച്ച് കഴിഞ്ഞ് അരച്ച് വരട്ടി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഞാൻ തേരാപ്പാര പിറ്റേ ദിവസം രാവിലെ കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം ഞാൻ തേരാപ്പാര നടന്ന് കടയിൽ പോയി, പിന്നെ ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ പോയി കരിവേപ്പില മേടിച്ചുകൊണ്ട് വന്നു. ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഇപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കലാണല്ലോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫാസ്റ്റിംഗ് സീസൺ ആയതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ ഫ്രൂട്ട്സും വരും. ഒട്ടുക്കത്ത വിലയാണ് കേട്ടോ. പിന്നെ കിടപ്പാടം വിൽക്കാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് വിൽക്കേണ്ട കാര്യമില്ല, പണയം വയ്ക്കേണ്ട കാര്യമില്ല. എന്നാലും കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയും ഇതിലേക്ക് പോകും കേട്ടോ. എന്നാലും പിന്നെ ഈ ചാമ്പങ്ങ എനിക്ക് വെറുതെ കിട്ടിയതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ആ വഴി പോയപ്പോൾ എന്നെ വിളിച്ച് വായോ എന്നും പറഞ്ഞപ്പോൾ അതും ഇതൊക്കെ കഴിക്കാനപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്കിലും കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ചാമ്പങ്ങ മേടിച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ യോഗട്ട് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഇതാ കിട്ടത്, സ്വീറ്റ് ആയിട്ടുള്ളതാണ് കിട്ടിയത്. അത് മേടിച്ചിട്ട് പോന്നു. ഇവിടെ പാല് കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ പാല് മേടിക്കാനാണ് ഞാൻ പോയത്. പാല് കിട്ടാൻ തന്നെ ഇല്ല ഇവിടെ. പിന്നെ കിട്ടിയത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു.